Hi guys, welcome to Arandaries Malayalam YouTube channel. എൻ്റെ പേര് അതുല്യ. സോ നമ്മൾ ഇന്ന് പോകുന്ന SSC റെയിൽവേ റീസണിംഗ് സെഷൻ്റെ ഒരു സ്പീഡ് മോക്ക് സീരീസ് ആണ് ഇന്ന് പോകുന്നത്. സോ ഈ സ്പീഡ് മോക്കിൽ ഇത്രയും നാൾ നമ്മൾ ചോദിച്ചിട്ടുള്ള ഈ ഒരു വീക്കിലെല്ലാം നമ്മളൊരു ചാപ്റ്റർ ബേസ്ഡ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആയിരുന്നു പോയിരുന്നത്. ഈ ഒരു ഇതിലെന്ന് പറഞ്ഞാൽ സാറ്റർഡേ സൺഡേ നമ്മൾ എന്ത് ചെയ്യുന്നതാണ്, ഇത്രയും നാൾ ചോദിച്ചിട്ടുള്ള പ്രീവിയസ് എല്ലാം കൂടി ഇൻറ്റഗ്രേറ്റ് ചെയ്തിട്ട് നമ്മളൊരു സ്പീഡ് മോക്ക് സെഷൻ പോലെ കണ്ടക്ട് ചെയ്യുകയാണ്. സോ ഈ ഒരു സ്പീഡ് മോക്ക് സെഷനിൽ ഒരു ക്വസ്റ്റ്യനിൽ 30 സെക്കൻഡ് ടൈം ഉണ്ടാവും. ആ 30 സെക്കൻഡ് ടൈമിനുള്ളിൽ നിങ്ങൾ ജസ്റ്റ് ഒന്ന് ചെയ്ത് തീർക്കുക. ഓരോ ക്വസ്റ്റ്യനും നേരത്തെ CHSL അല്ലെങ്കിൽ CGL അല്ലെങ്കിൽ RPFന് ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ ഹാൻഡ് പിക്ഡ് ആയിട്ട് എടുത്തിട്ടുള്ള കുറച്ച് ക്വസ്റ്റ്യൻസ് ആണ്. സോ അത് ചെയ്ത് നോക്കുക. നമുക്കപ്പോൾ സ്റ്റാർട്ട് ചെയ്യാം. ഫസ്റ്റ് ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് PRO ഈസ് റിലേറ്റഡ് ടു NOL. അങ്ങനെയാണെങ്കിൽ HEL റിലേറ്റഡ് ടു വാട്ട് എന്നാണ് ചോദിച്ചേക്കുന്നത്. ഒരു 30 സെക്കൻഡ് ടൈം തരാം, നിങ്ങൾ ജസ്റ്റ് ഒന്ന് ചെയ്ത് നോക്കും. സോ ഈ ക്വസ്റ്റ്യൻ നോക്കിയേ, PRO അല്ലേ, PRO എന്ന് പറയുന്നത് റിലേറ്റഡ് ടു എന്താണ്, NOL റിലേറ്റ് ചെയ്തേക്കുന്നത് 16, 18 ആൻഡ് ദിസ് ഇസ് 15. ഇതാണെങ്കിൽ എന്താ 14, 15, 12. സോ ഇവിടെ നോക്കി, ഇവിടെ എന്താണ് -2 ചെയ്തേക്കുന്നു, ഇവിടെയാണെങ്കിൽ -3 ആൻഡ് ദിസ് ഇസ് -3 തന്നെ ചെയ്തേക്കുന്നു അല്ലേ. സോ -2, -3, -3 എന്നാണ് പോയേക്കുന്നത്. അങ്ങനെയാണെങ്കിൽ HEL എങ്ങനെ ആയിരിക്കും, HEL അതിൻ്റെ ഇതെന്ന് പറഞ്ഞാൽ 8, 5, 12 ആണ്. -2 എന്ന് പറയുന്നത് ഇവിടെ 6, -3 എന്ന് പറയുന്നത് ഇവിടെ 2 ആൻഡ് -3 is 9. അപ്പോൾ FB ആൻഡ് ദിസ് ഇസ് I. FBI എന്ന് പറയുന്നത് ഓപ്ഷൻ 4 ആണ് കറക്റ്റ് ആൻസർ. FBI ആണിത് കറക്റ്റ് ആയിട്ടുള്ള ആൻസർ എന്ന് പറയുന്നത്. ഓക്കെ, സോ നമുക്ക് നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ചെയ്യാം. അടുത്ത ക്വസ്റ്റ്യൻ എന്താണ്, 11:143 എന്ന് പറയുന്നതും 15:dash എന്നാണ് പറഞ്ഞേക്കുന്നത് അല്ലേ. 11:143 ആൻഡ് 15:dash. അങ്ങനെയാണെങ്കിൽ ഒന്ന് ചെയ്ത് നോക്കൂ. നമ്പർ അനലോജി ക്വസ്റ്റ്യൻ ആണ്. 30 സെക്കൻഡ് ടൈം തരാം, നിങ്ങൾ ജസ്റ്റ് ഒന്ന് ചെയ്ത് നോക്കൂ. സോ നോക്കി, 11:143, 11:143 എന്നാണ് പറയുന്നത്. അപ്പോൾ 11 എന്ന് പറയുന്നത് 143 എന്ന് പറയുന്നത് 11ൻ്റെ സ്ക്വയർ എത്രയാണ്, 121 അല്ലേ. അതിൻ്റെ കൂടെ എത്ര നോക്കി, 121ൻ്റെ കൂടെ ഒരു 22 ആഡ് ചെയ്യുന്നതാണ് എന്ന് പറയുന്നത് അല്ലേ. സോ 121ൻ്റെ കൂടെ ഒരു 22 ആഡ് ചെയ്യുന്നത്. സോ ഇതെങ്ങനെ കിട്ടുന്നത്, ദാറ്റ് ഈസ് ഇത് 11ൻ്റെ മൾട്ടിപ്പിൾ ആണ്, ഇതിൽ 11ൻ്റെ മൾട്ടിപ്പിൾ എന്ന് വെച്ചാൽ 11 സ്ക്വയർ പ്ലസ് 11 × 2 ആണ് സെക്കൻഡ് നമ്പർ എന്ന് പറയുന്നത് അല്ലേ. സെക്കൻഡ് നമ്പർ എന്ന് പറഞ്ഞാൽ ഫസ്റ്റ് നമ്പറിൻ്റെ സ്ക്വയർ പ്ലസ് ഫസ്റ്റ് നമ്പർ ഇൻറ്റു 2 ആണ്. അപ്പോഴാണെങ്കിൽ 15 എന്തായിരിക്കും, 15ൻ്റെ സ്ക്വയർ പ്ലസ് 15 × 2 അല്ലേ. അപ്പോൾ 15ൻ്റെ സ്ക്വയർ 225 ആണ്, പ്ലസ് 30 എത്ര ആണ് വരുന്നത്, 255, 255. ഓപ്ഷൻ 1, ആദ്യത്തെ ഓപ്ഷൻ 255 ആണ് എന്ത് ഇവിടെ കറക്റ്റ് ആയിട്ടുള്ള ആൻസർ എന്ന് പറയുന്നത്. നമുക്ക് നെക്സ്റ്റ് ഒരു ക്വസ്റ്റ്യനിലോട്ട് പോകാം. അടുത്ത ഏതാണ്, ഒരു കോഡഡ് ബ്ലഡ് റിലേഷൻ ആണ് ഈ പറഞ്ഞേക്കുന്നത്. ഓക്കെ, A ആൻഡ് B എന്ന് പറയുന്നത് A ഈസ് ദ വൈഫ് ഓഫ് B എന്നാണ്. A#B എന്ന് പറയുന്നത് A ഈസ് ദ ഫാദർ ഓഫ് B. അടുത്ത എന്താണ്, A@B എന്ന് പറഞ്ഞാൽ A ഈസ് ദ സൺ ഓഫ് B ആൻഡ് A%B എന്ന് പറഞ്ഞാൽ A ഈസ് ദ ഹസ്ബൻഡ് ഓഫ് B ആൻഡ് A+B എന്ന് പറഞ്ഞാൽ A ഈസ് ദ മദർ ഓഫ് B എന്നാണ്. അങ്ങനെയാണെങ്കിൽ ഈ ഒരു റിലേഷൻ്റെ എന്നാണ് ചോദിച്ചേക്കുന്നത്. 30 സെക്കൻഡ് ടൈം തരാം, നിങ്ങൾ ജസ്റ്റ് ഒന്ന് ചെയ്ത് നോക്കൂ.
ഓക്കെ, കിട്ടിയോ? നോക്കേ, എ ആൻഡ് ബി. ആൻഡ് എന്ന് പറയുന്നത് എന്താണ്? നമുക്ക് ഓരോന്നായിട്ട് എഴുതാം. ആൻഡ് എന്ന് പറയുന്നത് ഇറ്റ്സ് വൈഫ് എന്നാണ് അല്ലേ, വൈഫ് എന്നാണ്. ഹാഷ് എന്ന് പറയുന്നത് എന്താണ്? ഫാദർ. ദെൻ അറ്റ് എന്ന് പറയുന്നത് എന്താണ്? സൺ. ആൻഡ് പെർസെൻറ്റേജ് എന്ന് പറയുന്നത് എന്താണ്? ഹസ്ബൻഡ്. ആൻഡ് പ്ലസ് എന്ന് പറയുന്നത് മദറുമാണ് അല്ലേ. അപ്പം എ ആൻഡ് ബി. അപ്പം എ ഈസ് ദ വൈഫ് ഓഫ് ബി. അടുത്തത് ബി ഹാഷ് സി. ബി ഈസ് ദ ഫാദർ ഓഫ് എന്താണ്? സി. സിയുടെ ഫാദർ ആണ്. അടുത്ത എന്താണ്? സി ആൻഡ് ഡി. സി ഈസ് ആൻഡ് ഡി എന്ന് പറഞ്ഞാൽ എന്താ? സി ഈസ് ദ വൈഫ് ഓഫ് ഡി. ആൻഡ് ഡി അറ്റ് ഇ. ഡി അറ്റ് ഈസ് എന്ന് വെച്ചാൽ ഡി ഈസ് ദ സൺ ഓഫ് ഇ. സൺ ആണ്. ദെൻ അത് കഴിഞ്ഞിട്ട് എന്താണ്? ഇ പെർസെൻറ്റേജ് എഫ്. ഈ പെർസെൻറ്റേജ് എഫ് എന്ന് പറഞ്ഞാൽ ഈസ് ദ ഹസ്ബൻഡ് ഓഫ് എഫ്. എഫ് പ്ലസ് ടി. പ്ലസ് എന്ന് പറയുന്നത് എന്താണ്? മദർ എന്നാണ്. മദർ ഓഫ്. സോ ഇങ്ങനെയാണ് വരുന്നത് എ ഡബിൾ ഡാഷ് ബി. ഇത് ഈ ഒരു രീതിയിൽ വരുവാണെങ്കിൽ എന്താ ചോദിച്ചേക്കുന്നത് ഇവിടെ? എങ്ങനെയാണ് എ റിലേറ്റഡ് ടു ഡി? എ എങ്ങനെയാണ് ഡിയുമായിട്ട് റിലേറ്റ് ചെയ്തത്? ഓക്കെ, എയും ഡിയും തമ്മിൽ ഏടെ ആരായിട്ട് വരും? മദർ ഇൻ ലോ ആയിട്ട് വരും. ഓപ്ഷൻ 2 മദർ ഇൻ ലോ ആണ് കറക്റ്റ് ആൻസർ. മദർ ഇൻ ലോ ആണ് എയുടെ മദർ ഇൻ ലോ, സോറി ഡിയുടെ മദർ ഇൻ ലോ ആണ് എന്ത് എ എന്ന് പറയുന്നത്. സോ കിട്ടിയെന്ന് വിചാരിക്കുന്നു. നമുക്ക് നെക്സ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് പോവാം. അടുത്തെന്ന് പറയുന്നത് വെറാൻഡ റേസിൻ്റെ 6 ലെവൽ പ്രാക്ടീസ് മെത്തേഡാണ്. ഒരു 6 ലെവൽ പ്രാക്ടീസ് മെത്തേഡിൽ ആദ്യം ഒരു ക്ലാസ് സെഷൻ കാണും, ദെൻ ഒരു സർക്കിൾ സെഷൻ, ഒരു എക്സ്ട്രീം സർക്കിൾ, ഒരു സൂപ്പർ ബാച്ച്, ഒരു റിപ്പ് സെഷൻ, ദെൻ ഒരു മോക്ക് ഇൻ്റർവ്യൂ ആണ് പ്രൊവൈഡ് ചെയ്യുന്നത്. ദെൻ നമുക്ക് അഡ്മിഷൻ ഓൺലൈൻ ആൻഡ് ഓഫ്ലൈൻ ബാച്ചസ് അവൈലബിൾ ആണ്. ഓൺലൈൻ ഓഫ്ലൈൻ ബാച്ചസിന് വേണ്ടിയിട്ട് ഈ 2 നമ്പേഴ്സിലേക്കും കോൺടാക്ട് ചെയ്താൽ മതി. ഓക്കെ, സോ നമുക്ക് നെക്സ്റ്റ് ഒരു ക്വസ്റ്റ്യനിലോട്ട് പോകാം. അടുത്ത ക്വസ്റ്റ്യൻ എന്ന് പറഞ്ഞാൽ ഇതിൽ ഓഡ് വൺ ഔട്ട് കണ്ടുപിടിക്കാനാണ്. DHM GKO IMQ ആൻഡ് LPT എന്ന് പറഞ്ഞുള്ള സീരീസാണ്. ഇതിലെ ഓഡ് വൺ ഔട്ട്. സോ ഇതൊരു കോഡിംഗ് സീരീസ് ആണ്. കോഡിംഗ് ആണ് നമുക്ക് ഏറ്റവും കൂടുതൽ, നിങ്ങളിപ്പോൾ ഒരു മോക്ക് ടെസ്റ്റ് എടുക്കുകയാണെങ്കിൽ അതിൽ ഏറ്റവും കൂടുതൽ ചോദിച്ചിട്ടുള്ള പ്രീവിയസ് ഇയർ എടുക്കുകയാണെങ്കിൽ ഏറ്റവും കൂടുതൽ കോഡിങ്ങിൻ്റെ ക്വസ്റ്റ്യൻസ് ആണ് വരുന്നത്. ഒരു 4 വരെയുള്ള ക്വസ്റ്റ്യൻസ് അതിൽ കാണാൻ പറ്റും. സോ ഏറ്റവും കൂടുതൽ നിങ്ങൾ ട്രൈ ചെയ്യുന്നതും കോഡിംഗ് തന്നെയാണ്, കാരണം കൂടുതലായിട്ട് ചോദിക്കുന്ന കോഡിംഗ്, ബ്ലഡ് റിലേഷൻ അങ്ങനെയുള്ള ക്വസ്റ്റ്യൻസ് ആണ്. സോ അതുകൊണ്ടാണ് ജസ്റ്റ് ചെയ്തു നോക്കുക. 30 സെക്കൻഡ് ടൈം തരാം. സോ നോക്കി എന്തൊക്കെയാണ്? DHM GKO IMQ ആൻഡ് LPT എന്ന് പറഞ്ഞു വന്നേക്കുന്നത് അല്ലേ. DHM GKO IMQ ആൻഡ് LPT ഈ ഒരു രീതിയിലാണ് വന്നേക്കുന്നത്. അങ്ങനെയാണെങ്കിൽ DHM അല്ലേ, DHM നമുക്ക് അതിൻ്റെ പൊസിഷണൽ വാല്യൂസ് ഒന്ന് എഴുതി വെക്കാം. 4, then 8 and this is 13 അല്ലേ. 4, 8, 13 എന്നാണ്. അടുത്ത് നമുക്ക് നോക്കാം GKO ഇത് എത്രയാണ്? 7, 11, 15. അടുത്ത് നോക്കാം IMQൻ്റെ എന്താണ്? 9, 13, 17. അടുത്ത നോക്കുവാണെങ്കിൽ LMT ആണല്ലേ. LPTയുടെ എത്ര വരുന്നത്? 12, 16, 20. സോ ഇത് നോക്കുമ്പോൾ തന്നെ മനസ്സിലാവും. ഇവിടെ നോക്കി, ഇവിടെയാണെങ്കിൽ 4 മൈനസ് ചെയ്തേക്കുന്നു, ഇവിടെയും 4 മൈനസ് ചെയ്തേക്കുന്നു, ഇവിടെയും 4 മൈനസ് ചെയ്തേക്കുന്നു. പക്ഷേ ഇവിടെ എത്ര മൈനസ് ചെയ്തേക്കുന്നത്? ഇവിടെ എന്ന് പറഞ്ഞാൽ ഇത്ര 8ഉം ആഡ് ചെയ്തേക്കാണ് അല്ലേ ചെയ്യുന്നത്. 8-ന്ന് 13ലേക്ക് ആഡ് ചെയ്ത് പോയേക്കുവാണ്. ഇത് +4, ദിസ് ഈസ് ഓൾസോ എത്രയാണ്? +5. സോ ശരിക്കും എന്താണ്? 4 മൈനസ് ചെയ്യേണ്ട സ്ഥാനത്ത്, 4 കൂട്ടേണ്ട സ്ഥാനത്ത് ഇവിടെ എന്ത് ചെയ്തേക്കുന്നു? 5 കൂട്ടിയേക്കുന്നു അല്ലേ. 4 കൂട്ടേണ്ട സ്ഥാനത്ത് എന്ത് ചെയ്യുന്നു? 5ആണ് ഇവിടെ കൂട്ടിയേക്കുന്നത്. സോ ഏതാണ് അപ്പം ഓഡ് വൺ ഔട്ട് എന്ന് പറയുന്നത്? ആദ്യത്തെ ഓപ്ഷൻ DHM ആണ് ഇവിടെ തെറ്റായിട്ടുള്ള, അല്ലെങ്കിൽ ഓഡ് വൺ ആയിട്ടുള്ള പറയുന്നത്. ഫുള്ള് എഴുതി നോക്കണ്ട, നിങ്ങൾ ജസ്റ്റ് രണ്ടെണ്ണം ആകുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാവും എന്താണ് റിലേഷൻ. 2 ആകുമ്പോൾ തന്നെ മനസ്സിലാവും. എന്നാലും ഞാൻ ജസ്റ്റ് ഒന്ന് എഴുതിയതാണ്. എപ്പോഴും കോഡിംഗ് ഡീകോഡിംഗ് ആണെങ്കിൽ എഴുതി ചെയ്യാൻ നിൽക്കരുത്. പൊസിഷണൽ വാല്യൂസ് കാണാതെ പഠിക്കുകയാണ് ചെയ്യേണ്ടത്. ഇനി ഒരു 1 മന്ത് ഉണ്ട് CHSLന് വേണ്ടിയിട്ട്. സോ പ്രിപ്പയർ ചെയ്യുക, ആ ഒരു CHSLന് വേണ്ടിയിട്ട് പ്രിപ്പയർ ചെയ്യുക. ഓക്കെ, സോ നമുക്ക് നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ചെയ്യാം. അടുത്ത ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത്
ഒരു എന്താണ് നമ്പർ അനലോജി ക്വസ്റ്റ്യൻ ആണ്. 40 240 ആണെങ്കിൽ 25 180, 35 280, 30 180 ഈ ഒരു രീതിയിലാണ് വന്നിരിക്കുന്നത്. സോ ഇതിൽ ഓഡ് വൺ ഔട്ട് കണ്ടുപിടിക്കാനാണ്. ഏത് ആണ് ഓഡ് വൺ പെയർ എന്ന് പറയുന്നത്. സോ നമ്പർ അനലോജി ക്വസ്റ്റ്യൻസും ഏറ്റവും കൂടുതൽ ചോദിക്കുന്നതാണ്. കുറച്ച് നേരം തിങ്ക് ചെയ്താൽ മാത്രമേ നമുക്ക് എന്ത് ചെയ്യത്തുള്ളൂ, കിട്ടത്തുള്ളൂ. അതേപോലെ തന്നെ കൂടുതലായിട്ട് പ്രാക്ടീസ് ചെയ്യേണ്ട ഒരു ക്വസ്റ്റ്യനും കൂടാണ് നമ്പർ അനലോജി. കാരണം നമ്പേഴ്സുമായിട്ട് കൂടുതൽ ഫെമിലറൈസ്ഡ് ആയാൽ മാത്രമേ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റൂ, കൂടുതലായിട്ട് അറിവ് നേടാൻ പറ്റും. അല്ലെങ്കിൽ ഈ ഒരു ടൈപ്പിലുള്ള ക്വസ്റ്റ്യൻ പെട്ടെന്ന് ചെയ്യാൻ പറ്റും. സോ ഞാനൊരു 30 സെക്കൻഡ് ടൈം തരാം, നിങ്ങൾ ജസ്റ്റ് ഒന്ന് ചെയ്ത് നോക്കൂ. ഓക്കെ, നമുക്ക് നോക്കാം. 40 240 അല്ലേ, 40 240. നോക്കിയപ്പോൾ 40ൻ്റെ എത്രാമത്തെ മൾട്ടിപ്പിൾ ആണ്, ഇൻറ്റു 6 ആണ് എത്ര 240 എന്ന് പറയുന്നത്. അങ്ങനെയാണെങ്കിൽ 25 150, 25 ഇൻറ്റു 6 അല്ലേ 280 എന്ന് പറയുന്നത്. സോ മൾട്ടിപ്ലിക്കേഷൻ ടേബിൾ പഠിച്ചു വയ്ക്കുന്നതായിരിക്കും എളുപ്പം. കാരണം 25 ഇൻറ്റു 6 180 പെട്ടെന്ന് നമുക്ക് കാണുമ്പോൾ തന്നെ അറിയാൻ പറ്റും. അപ്പോൾ 35 ഇൻറ്റു 6 അല്ലേ, 35 ഇൻറ്റു 6 വരേണ്ടത് എത്രയാണ്, 210 ആണ്. പക്ഷെ ഇവിടെ വന്നേക്കുന്നത് എത്രയാണ്, 280 ആണ്. അപ്പോൾ ഓപ്ഷൻ ഏതാണ് മിസ്റ്റേക്ക്, 35 280, ഓപ്ഷൻ സി ആണ്. മറ്റേതെങ്ങനെ 30 ഇൻറ്റു 6 തന്നെയാണ് 180. സോ ഇതിൽ ഏതാണ് മിസ്റ്റേക്ക് ആയിട്ടുള്ള ഓപ്ഷൻ, 35 280 ആണ് എന്ത് അവിടെ തെറ്റായിട്ടുള്ള ഓപ്ഷൻ എന്ന് പറയുന്നത്. സോ ഇതിൽ രീതിയാണ്. സോ നമുക്ക് നെക്സ്റ്റ് ക്വസ്റ്റ്യനിലോട്ട് പോകാം. നമ്പർ അനലോജി ക്വസ്റ്റ്യൻസ് കുറേ വർക്കൗട്ട് ചെയ്ത് എന്നാലേ അറിയാൻ പറ്റൂ. ഇത് പെട്ടെന്ന് വളരെ എളുപ്പമുള്ളൊരു സീരീസ് ആയിരുന്നു. ഓക്കെ, സോ നമുക്ക് നെക്സ്റ്റ് ഒരു ക്വസ്റ്റ്യനിലോട്ട് പോകാം. അടുത്ത ക്വസ്റ്റ്യൻ എന്ന് വെച്ചാൽ എന്താ, പിങ്ക് ഈസ് കോൾഡ് വുഡ്, വുഡ് ഈസ് കോൾഡ് പെൻ, pen is called color and color is called brown. In which language and which is the following is writing? നമ്മൾ റൈറ്റിങ്ങിന് യൂസ് ചെയ്യുന്നത് ഏതാണെന്നാണ് അവിടെ യൂസ് ചെയ്തേക്കുന്നത്. ഏതുകൊണ്ടാണ് റൈറ്റിങ്ങിന് യൂസ് ചെയ്യുന്നത്? സോ ഒരു 30 സെക്കൻഡ് ടൈം തരാം. വളരെ എളുപ്പമുള്ള ക്വസ്റ്റ്യൻ ആണ്, നിങ്ങൾക്ക് പെട്ടെന്ന് കിട്ടിക്കാണും. ചെയ്ത് നോക്കും. ഓക്കെ, സോ ഇതെന്താണ്, പെൻ എന്ന് പറയുന്നത് എന്താണ് വെച്ച് നമ്മൾ എഴുതുന്നതെന്നാണ് ചോദിച്ചേക്കുന്നത്. എന്ത് വെച്ചാണ് എഴുതുന്നത്, പെൻ. പെന്നെ പക്ഷേ എന്താണ് വിളിക്കുന്നത്, പെൻ ഈസ് കോൾഡ് കളർ എന്നാണ് പറയുന്നത്. സോ എന്ത് വെച്ചാൽ എഴുതുന്നതെന്ന് പറയുമ്പോൾ ഇവിടെ കളർ വെച്ചിട്ടാണ് എഴുതുന്നത്. സോ ഓപ്ഷൻ സി കളറാണ് കറക്റ്റ് ആയിട്ടുള്ള ആൻസർ എന്ന് പറയുന്നത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. പ്ലസ് എന്ന് പറയുന്നത് മൈനസ്, മൈനസ് എന്ന് പറയുന്നത് ഡിവൈഡ് ബൈ, ഡിവൈഡ് ബൈ എന്ന് പറയുന്നത് എന്താണ്, ഇൻറ്റു, ആൻഡ് ഇൻറ്റു എന്ന് പറയുന്നത് പ്ലസ്. ഈ ഒരു രീതിയിലാണ് വന്നേക്കുന്നത്. എന്നാൽ 117 മൈനസ് 13 ഡിവൈഡ് ബൈ 6 പ്ലസ് 26 ഇൻറ്റു 26 ഇൻറ്റു പ്ലസ് 24 ഇൻറ്റു 26 എന്ന് പറയുന്നത് അതിൻ്റെ ആൻസർ എത്ര ആണെന്നാണ് ചോദിച്ചേക്കുന്നത്. സോ ഒരു 30 സെക്കൻഡ് ടൈം തന്നെ നിങ്ങൾ ജസ്റ്റ് ഒന്ന് ചെയ്തു നോക്കൂ. ഓക്കെ, സോ നമുക്ക് ചെയ്തു നോക്കാം. എന്താണ് 117, നമുക്കതൊന്ന് വേണമെങ്കിൽ എഴുതി നോക്കാം. പ്ലസ് എന്ന് പറയുന്നത് എന്താണ്, മൈനസ് എന്നാണ്. മൈനസ് എന്ന് പറയുന്നത് ഡിവൈഡഡ് ബൈ, ആൻഡ് എന്താണ് ഡിവൈഡ് ബൈ എന്ന് പറയുന്നത് ഇൻറ്റു, ആൻഡ് ഇൻറ്റു എന്ന് പറയുന്നത് എന്താണ്, പ്ലസ് ആണ് അല്ലേ. ഈ ഒരു രീതിയിലാണ് പോയേക്കുന്നത്. അപ്പം 117 മൈനസ് 13 ആണ്. മൈനസ് എന്ന് പറഞ്ഞാൽ ഡിവൈഡ് ബൈ ആണ് 13. ഡിവൈഡ് ബൈ എന്ന് പറഞ്ഞാൽ എന്താണ്, ഇൻറ്റു 6. പ്ലസ് എന്ന് പറഞ്ഞാൽ എന്താണ്, പ്ലസ് എന്ന് പറഞ്ഞാൽ മൈനസ് ആണ്, മൈനസ് 24. ഇൻറ്റു എന്ന് പറയുന്നത് എന്താണ്,
പ്ലസ് 26 ഈ ഒരു രീതിയിലാണ് വരുന്നത്. അപ്പോൾ 117 13 9ൻ്റെ ടേബിൾ മൾട്ടിപ്പിൾ ആണ് 9 ഇൻറ്റു 6 മൈനസ് 24 പ്ലസ് 26. അപ്പോൾ എത്ര വരുന്നത് 54 മൈനസ് ഇതും കൂടെ ആക്കുമ്പോൾ പ്ലസ് 2 ദാറ്റ് ഈസ് 56 എന്നാണ് വരുന്നത്. 56 ഓപ്ഷൻ എത്രയാണ്? ഓപ്ഷൻ 2 56 ആണ് ഇവിടെ കറക്റ്റ് ആൻസർ എന്ന് പറയുന്നത്. 56 ആണ് കറക്റ്റ് ആയിട്ട് വരുന്നത്. സോ ഇങ്ങനെയുള്ള ക്വസ്റ്റ്യനിൽ പെട്ടെന്ന് നമ്മൾ ആ ഒരു സ്പേസിലോട്ട് എഴുതി വെക്കുന്നതല്ലായിരിക്കും വീണ്ടും ആ ക്വസ്റ്റ്യനിലോട്ട് വീണ്ടും റിപ്പീറ്റ് അടിച്ച് പോകണ്ട. കാരണം നമ്മൾ ഒരു സ്ക്രീനിൽ നോക്കുമ്പോൾ വളരെ ചെറുതായിട്ടായിരിക്കും കാണുന്നത്. അപ്പം നമ്മൾ പെട്ടെന്നൊരു നമുക്ക് കിട്ടുന്ന ആൻസർ ഷീറ്റിലോട്ട് പെട്ടെന്ന് എഴുതി വെച്ചിരുന്നാൽ നല്ല എളുപ്പമായിട്ട് ചെയ്യാൻ പറ്റും. പിന്നെ ആ ഒരു ക്വസ്റ്റ്യനിലോട്ട് വായിക്കേണ്ട ആവശ്യം വരരുത്. ഓക്കെ, വായിച്ചു പോകുമ്പോൾ തന്നെ എന്ത് ചെയ്യുക, ഒന്ന് മാർക്ക് ചെയ്തങ്ങ് പെട്ടെന്ന് തന്നെ കിട്ടുന്നതാണ്. ഓക്കെ, സോ നമുക്ക് നെക്സ്റ്റ് ഒരു ക്വസ്റ്റ്യനിലോട്ട് പോകാം. അടുത്ത ക്വസ്റ്റ്യൻ എന്താണ്? ZC XF VI and TL. ഇത്രയാണ് ക്വസ്റ്റ്യന്. ഇതിലെന്താണ് പറഞ്ഞേക്കുന്നത്? ഈ സീരീസിൻ്റെ അടുത്ത നെക്സ്റ്റ് വരുന്ന ടേം ഏതാണെന്നാണ് ചോദിച്ചേക്കുന്നത്. ഒരു 30 സെക്കൻഡ് ടൈം തരാം. ഇതും കോഡിംഗ് ഡീകോഡിംഗ് ക്വസ്റ്റ്യൻ ആണ്. 30 സെക്കൻഡ് ടൈം തരാം. നിങ്ങൾ ജസ്റ്റ് ഒന്ന് ചെയ്ത് നോക്കും. ഓക്കെ, നമുക്ക് നോക്കാം. ZC XF VI TL എന്ന് പറഞ്ഞാണ് പോയേക്കുന്നത്. സോ ZC XF VI ആൻഡ് TL അങ്ങനെ നോക്കുവാണെങ്കിൽ ഇത് 26, ഇത് 3, 24, 6, 22, 9 ആൻഡ് 20 ഈ ഒരു രീതിയിലാണ് പോയേക്കുന്നത് അല്ലേ. നോക്കുവാണെങ്കിൽ ഇവിടെ നിന്ന് ഇവിടോട്ട് -2 വീണ്ടും -2 -2 ആൻഡ് ദിസ് ഇസ് ഓൾസോ -2. അപ്പോൾ എത്രയാണ്? 18 ആണ് വരുന്നത്. അതേപോലെ ഇവിടെ +3 +3 +3 അല്ല അടുത്തതും +3 ആയിരിക്കും വിച്ച് ഈസ് 15. സോ 18 ആൻഡ് 15 അല്ലേ. 18 15 എന്ന് പറഞ്ഞാൽ 18 എത്രയാണ്? വിച്ച് ഈസ് R. 15 എന്ന് പറഞ്ഞാൽ O. അപ്പോൾ RO ആണ് വരുന്നത്. സോ RO ഓപ്ഷൻ 1 RO ആണ് കറക്റ്റ് ആൻസർ. R ആൻഡ് O. സോ ഇതൊരു -2 +3 സീരീസ് ആണ് അല്ലേ. -2 ആൻഡ് അടുത്തതിന് +3 ഈ ഒരു സീരീസ് ആണ് പോയേക്കുന്നത്. സോ വളരെ പെട്ടെന്ന് കിട്ടുന്ന ഒരു സീരീസ് ആണ്. നിങ്ങൾക്ക് പെട്ടെന്ന് കിട്ടിയെന്ന് വിചാരിക്കുന്നു. നമുക്ക് നെക്സ്റ്റ് ക്വസ്റ്റ്യനിലോട്ട് പോകാം. അടുത്ത ക്വസ്റ്റ്യൻ എന്ന് പറഞ്ഞാൽ A"D"F"K"F"A"L" എന്ന് പറഞ്ഞതാണ്. ഇതൊന്നും പൂരിപ്പിക്കാനാണ് പറഞ്ഞേക്കുന്നത്. നമ്മൾ നേരത്തെ ഒരു ആൽഫബറ്റിക് സീരീസിൻ്റെ ക്വസ്റ്റ്യൻസ് പോയിട്ടുണ്ടായിരുന്നു. സോ പറഞ്ഞിട്ടുണ്ട് എത്ര പെട്ടെന്ന് ചെയ്യാം എന്നുള്ളതൊക്കെ. സോ ഒന്ന് ജസ്റ്റ് ചെയ്ത് നോക്കുക. ഒരു 30 സെക്കൻഡ് ടൈം തരാം. നിങ്ങൾ ജസ്റ്റ് ഒന്ന് ചെയ്ത് നോക്കാം. സോ നമുക്കൊന്ന് എഴുതാം. A"D'F"K"F"A"L". ഞാനിത് വെച്ച് കട്ട് ചെയ്യുകയാണ്. ഇപ്പം നോക്കിയപ്പോൾ ഇവിടെ ഒരു A കഴിഞ്ഞിട്ട് വന്നേക്കുന്നു. ഇവിടെ നോക്കുവാണെങ്കിൽ ആ ഒരു രീതിയിൽ കട്ട് ചെയ്യുകയാണെങ്കിൽ ഇവിടെ ഏതൊക്കെ വരാമെന്നാണ് ചാൻസ്. അതേപോലെ എഫ് കഴിഞ്ഞ് ഞാൻ എന്ത് ചെയ്തു? കട്ട് ചെയ്ത് വെച്ചേക്കാണ്. ഒന്നുകിൽ 3 അല്ലെങ്കിൽ 4 എന്നാണ് പറഞ്ഞത്. പക്ഷേ ഇവിടെ നോക്കിയപ്പോൾ എനിക്ക് ഒരു 5 എണ്ണം കഴിഞ്ഞ് റിപ്പീറ്റേഷൻ വരുന്നത് പോലെയാണ് നോക്കുന്നത്. അങ്ങനെയാണെങ്കിൽ ഇവിടെ നോക്കി ഇവിടെ K വന്നേക്കുന്നു അല്ലേ. സോ ഈ ഒരു ക്വസ്റ്റ്യനിൽ K വന്നിട്ടുണ്ടെങ്കിൽ ഒരു K വന്നിട്ടുണ്ടെങ്കിൽ ചാൻസ് എവിടെയാണ്? ഇവിടെ K വരാനാണ് ചാൻസ്. സോ ഇത് K ആകാൻ ചാൻസ് ഉണ്ട്. അങ്ങനെ വരുന്ന ഇതുണ്ടോ എന്ന് നോക്കാം. ഉണ്ട്. അങ്ങനെ വരുന്ന ആകെ ഒരെണ്ണേ ഉള്ളൂ. എന്നാലും നമുക്കൊന്ന് ചെയ്തു നോക്കാം. ഇവിടെ K വരുന്നുണ്ട്. AK അത് ഇവിടെ എന്തായിരിക്കും വരുന്നത്? അവിടെ A ആയിരിക്കും വരുന്നത്. AKA. ഇവിടെ എന്താണ് വരുന്നത്? ഇവിടെ വരുന്നതെന്ന് വെച്ചാൽ മൂന്നാമത് വരുന്ന ടേം എന്ന് വെച്ചാൽ L ആണ്. അപ്പം KLA. ഇവിടെ എന്താണ്? LD അല്ലേ. KLALD. പിന്നെ ഇവിടെ എന്താണ്? KLD
ഡി എഫ് ഈ ഒരു പാറ്റേണിലാണ് പോകുന്നത്. സോ അത് വരുന്ന ആകെ ഒരു ഓപ്ഷനേ ഉള്ളൂ, അതുകൊണ്ട് പെട്ടെന്ന് നമുക്ക് കിട്ടും. അല്ലെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യുക, ഓപ്ഷൻ സബ്സ്റ്റിറ്റ്യൂട്ട് കൊടുത്താലും മതി. ഇവിടെ എന്താണ് AKLDF, ദാറ്റ് ഈസ് AKLDF എന്ന് പറഞ്ഞിട്ട് റിപ്പീറ്റ് ചെയ്ത് പോയേക്കുന്ന ഒരു സീരീസാണ് വന്നേക്കുന്നത്. AKLDF എന്ന് പറഞ്ഞ് റിപ്പീറ്റ് ചെയ്ത് പോയേക്കുന്ന ഒരു സീരീസാണ് ഈ ഒരു എന്ന് പറയുന്നത്. ഓക്കെ, സോ നമുക്ക് നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. അടുത്തതെന്ന് പറയുന്നത് 109, 122, 148 ഡാഷ് 239 ആൻഡ് 304 എന്ന് പറഞ്ഞൊരു സീരീസാണ്, നമ്പർ സീരീസിലൊരു ക്വസ്റ്റ്യൻ ആണ്. ഒരു 30 സെക്കൻഡ് ടൈം തരാം, നിങ്ങൾ ജസ്റ്റ് ഒന്ന് ചെയ്ത് നോക്കൂ. ഓക്കെ, സോ നമുക്ക് നോക്കാം. 109, 122, 148 ഡാഷ് 239 ആൻഡ് 304. ഇവിടെ നോക്കുമ്പോൾ ഇത് തമ്മിലുള്ള വ്യത്യാസം 13 അല്ലേ. ഇവിടെ നോക്കുമ്പോഴോ 6 ആൻഡ് 26. പിന്നെ അടുത്ത ഇപ്പം എന്തായാലും 13, 13 അടുത്ത 13. ഇവിടെ തമ്മിലുള്ള വ്യത്യാസം എന്താണ്? 65. അപ്പോൾ ഇവിടെ എന്താ വരുന്നത്? 39 ആയിരിക്കും. ദാറ്റ് ഈസ് 148 പ്ലസ് 39 എത്ര വരുന്നേ? 187. കറക്റ്റ് ആൻസർ ഓപ്ഷൻ 4, 187 കറക്റ്റായിട്ട് വരുന്നതെന്ന് പറയുന്നത്. ഓക്കെ, സോ നമ്മൾ ഈ ഒരു 10 ക്വസ്റ്റ്യനിലൂടെ ഈ ഒരു സീരീസ് വൈൻഡപ്പ് ചെയ്യാണ്. ഈ ഒരു 10 ക്വസ്റ്റ്യൻസും പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് ആണ്, നമ്മൾ നേരത്തെ ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ്. ഇതൊക്കെ ചെയ്ത് നോക്കുക, സോ ദാറ്റ് നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ഒന്ന് ഇമ്പ്രൂവ് ചെയ്യാൻ പറ്റും. ഈ ഒരു ഇതിൽ നമുക്ക് 30 സെക്കൻഡിനുള്ളിൽ തന്നെ ചെയ്യാൻ പറ്റുമോ ഇല്ലയെന്ന് അറിയാൻ പറ്റും. സോ ഈ ഒരു സീരീസ് ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. താങ്ക് യു സോ മച്ച്.